വയനാട് കേണിച്ചിറ എടക്കാട് പശുവിനെ ആക്രമിച്ചു കൊന്ന കടുവയെ പിടികൂടാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് കടുവയ്ക്ക് വേണ്ടി വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിച്ചത്. വയനാട്ടിൽ നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്, പറയൂ വിശദാംശങ്ങൾ. എസ് വെരി ഗുഡ് മോർണിംഗ്. ഈ വയനാട്ടിലെ വന്യജീവി ശല്യം ഓരോ ദിവസവും നമ്മൾ വാർത്തയായി നൽകുന്നതാണ്. ഏറ്റവും ഒടുവിലെ ആശങ്ക വയനാട്ടിൽ ഇറങ്ങിയ കടുവയാണ്. അതായത് കേണിച്ചിറ എടക്കാടാണ് 2 ദിവസമായി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഇന്നലെ കടുവ എത്തിയ പ്രദേശത്താണ് ഉള്ളത്. ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെയാണ് കടുവയ്ക്കായുള്ള കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് വനംവകുപ്പ് സംഘം കൂട് സ്ഥാപിച്ചത്. കൂട് സ്ഥാപിച്ച ശേഷം ഏതാണ്ട് 2-ലധികം തവണ ഈ കടുവ ഈ പ്രദേശത്ത് എത്തി എന്നാണ് നാട്ടുകാരും വനം വകുപ്പും പറയുന്നത്. ഇന്നലെ രാത്രി കൂട് അടഞ്ഞിരുന്നു. പക്ഷേ വനം വകുപ്പ് പരിശോധിച്ചപ്പോൾ കടുവ കൂട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രദേശത്ത് ഇപ്പോഴും കടുവയുടെ സാന്നിധ്യമുണ്ട്. ഈ പ്രദേശത്ത് എവിടെയോ കടുവയുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത്. അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് ആളുകൾക്ക് പോകുന്നതിന് വിലക്കുണ്ട്. വ്യാഴാഴ്ചയായിരുന്നു ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കർഷകന്റെ പശുവിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് അതിന്റെ ജഡം പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു. ഇന്നലെ ഈ പശുവിന്റെ തന്നെ ജഡം ഭക്ഷിക്കാനാണ് വീണ്ടും ഈ പ്രദേശത്ത് കടുവ എത്തിയത്. ഇപ്പോൾ ഈ പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിലവിലെ ഈ വന്യജീവി ആക്രമണം ഓരോ ദിവസവും ആനയായും കടുവയായും ഈ പ്രദേശത്ത് എത്തുകയാണ്. നിലവിൽ എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള പ്രതികരണം? ഞങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണ്. അപ്പം ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടിച്ചു കൊണ്ടുപോകണം. കൂട് വെച്ചിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം കൂട് വെച്ചു. അല്ല, 2 ദിവസമായി. ഇപ്പോൾ ഇന്നലെ വെച്ചാണ് കൂട്. 2 പ്രാവശ്യം കൂട് അടയുകയുള്ളൂ. ഇതിനെ ഞങ്ങളെ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ഇതിനെ ഒന്നിൽ മയക്കുവെടി വെച്ച് പിടിക്കണം. അല്ലാതെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടില്ല. നേരത്തെ എങ്ങനെ എത്തിയിട്ടുണ്ടോ ഈ പ്രദേശത്ത്? ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇനി എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ പ്രക്ഷോഭത്തിലേക്ക് പോകും. ഇവിടെ കടുവ തൊട്ടപ്പുറത്ത് ഇന്നലെ ആന എത്തിയല്ലേ? കടുവ ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് രാത്രി 10:30 ആയപ്പം ആന ഇതിലെ പാസ് ചെയ്തിട്ട് ഞങ്ങളുടെയൊക്കെ വീട് മേളിലാണ്, അവിടെ എത്തുകയും അന്നേരമാണ് ഇവിടെ ഷട്ടർ വീഴുന്ന ശബ്ദം കേട്ട് ഇങ്ങോട്ട് രാത്രി വരികയും അപ്പോൾ അവിടെ ആനയും ഇവിടെ കടുവയും, അതിനിടയ്ക്ക് പകല് കുരങ്ങ്, ഇപ്പം തന്നെ കുരങ്ങ് കരയുന്നുണ്ട്, അതിനിടയ്ക്ക് മയില്, മാന്, അങ്ങനെ വന്യജീവികളുടെ ഒരു സങ്കേതമായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ ജന്മം കിട്ടിയ പുരയിടം. അപ്പം ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഒന്നാമത് ആളുകൾ കുറഞ്ഞ ഒരു ഏരിയ ആയതുകൊണ്ട് അവരുടെ സുരക്ഷിതമായ യാത്ര തന്നെ ഞങ്ങളുടെ മുൾമുനയിലാണ്. എല്ലാവരും സാധാരണക്കാരാണ്. ഇവർക്ക് ബസ്സിൽ കയറിയിട്ട് സ്റ്റോപ്പിലെത്തിയിട്ട് 1 കിലോമീറ്റർ നടന്ന് കാപ്പിത്തോട്ടത്തിനിടയ്ക്ക് ഇവിടെയൊക്കെ നടന്നിട്ടാണ്, റോട്ടിക്കട നടന്ന് ബസ്സിൽ കയറിയിട്ടാണ് ഇവർ സ്കൂളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനെ വെടി വെച്ച് പിടിച്ച് എത്രയും വേഗം നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾ എങ്ങനെ ഈ പകൽ സമയങ്ങളിൽ വിശ്വസിച്ച് പുറത്തിറങ്ങുന്നത്? ഭയമില്ലേ? ഭയമുണ്ട്. നമ്മുടെ ഉപജീവന മാർഗമല്ലേ. അപ്പോൾ പുല്ല് ചെത്താതെയും അവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ എങ്ങനെയാണെങ്കിലും. അപ്പോൾ പേടിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് പകല്. ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഇപ്പം നമ്മളെ? അതെ, വനമേഖലയോട് തൊട്ട് ചേർന്ന പ്രദേശമാണ്. പക്ഷേ ഇതങ്ങോട്ട് റോഡിനപ്പുറത്ത് വരെ ആനകൾ വരുന്നുണ്ട്. അവിടെ വന്ന് തെങ്ങും വാഴയും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിർത്തിയിൽ എന്താ ഈ ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലേ? ഫെൻസിങ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഗുണമൊന്നും കിട്ടാറില്ല. നല്ല രീതിയിലൊരു ഫെൻസിങ് ഇപ്പോഴും നിലവിലില്ല. അപ്പോൾ അതും തകർത്ത് ആന എല്ലാ ദിവസവും എന്നോളം ആന വരുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടം സംഭവിക്കുമ്പോൾ അത് നഷ്ടം സഹിക്കുക അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സഹായം കിട്ടാറുണ്ടോ? പ്രൊസീജിയറൊക്കെ നടന്നു വരും. അത് കിട്ടാൻ വളരെ കാലതാമസമാണ്. ഇപ്പോൾ ഈ മരിച്ച പശു ചത്തില്ലേ, അയാൾക്ക് പോലും ഇതിൻ്റെ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ഇനി കാലതാമസം വരുന്നു. ഇതൊക്കെ സ്പീഡാക്കണം. പിന്നെ ഒരു മൃഗത്തെ നമ്മൾ കടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂട് വയ്ക്കാൻ ആ സ്പോട്ടിൽ നടക്കണം. ഇത് സ്പോട്ടിൽ നടക്കുന്നില്ല. ഒരു ദിവസത്തിന് താമസിച്ച ശേഷമാണ് ഇത് നടക്കുന്നത്. നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ കടുവ ഇത് എന്തോ സുഖമില്ലാത്ത കടുവ ആയതുകൊണ്ട് തിരിച്ചു വരുന്നു. അല്ലാത്ത നല്ലൊരു കടുവയാണെങ്കിൽ അത് വരില്ല, അത് അതിൻ്റെ വഴിക്ക് പോകും. അന്ന് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. തീർച്ചയായിട്ടും ഇന്നലെ വനംവകുപ്പ് സംഘവും ഈ നാട്ടുകാരെല്ലാം ഈ പ്രദേശത്തുള്ളപ്പോഴായിരുന്നു കടുവ ഏറ്റവും ഒടുവിലെത്തിയത്. അത്യാവശ്യം മുഴുപ്പുള്ളൊരു കടുവയാണെന്നാണ് ഈ കണ്ട ആളുകൾ തന്നെ പറയുന്നത്. എന്താണെങ്കിലും കടുവയെ പിടികൂടാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വനംവകുപ്പ് സംഘവും നാട്ടുകാരും ഉള്ളത്. വനംവകുപ്പ് സംഘം ഇപ്പോഴും ഈ പ്രദേശത്ത് തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലെല്ലാം തന്നെ അവർ പരിശോധന നടത്തിയിരുന്നു. 2 ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. CCTV ക്യാമറകൾ നിലവിൽ വനംവകുപ്പ് സംഘം കൊണ്ടുപോയിട്ടുണ്ട്. രാത്രിയിൽ കടുവ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി അവർ കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെങ്കിലും കടുവയെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് വയനാട്ടിൽ നിന്ന് ചേർന്നത്.